നമുക്കൊരു ആനുകൂല്യം പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല KSRTCയും അതിൻ്റെ ചുമതല വഹിക്കുന്ന ഞാനും. നമുക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ നമ്മൾ ഒരു തമാശയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം ഈ വഴി കിടക്കുന്ന പൈസയോ തേങ്ങയോ എടുത്ത് ദൈവത്തിന് കാണിക്ക ഇട്ടിട്ട് തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് വല്ലവരും പൈസയ്ക്ക് വാങ്ങിച്ചു വെച്ചാൽ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് എന്നെ രക്ഷിച്ചോളണം എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പം നമുക്കുള്ളത്. പക്ഷേ അതൊക്കെ മാറും. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും നിങ്ങളെയൊക്കെ ഒരു അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അതൊക്കെ മാറും. നമ്മളൊരു അച്ചടക്കത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യത്യാസം ഉണ്ടാവും. കാരണം ഇപ്പോൾ KSRTC ജീവനക്കാരുടെ ചികിത്സാ ചെലവിനും പെൻഷനും പോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. വർഷങ്ങളായി പെൻഷനായതിനു ശേഷം ഒരു ആനുകൂല്യവും കിട്ടാതെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്ന KSRTC ജീവനക്കാരുണ്ട്. അവരെ കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രി വളരെ നിർബന്ധമായി എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പ്രഖ്യാപിക്കാത്തത്. നമുക്കത് പരിഗണിക്കാം. നമുക്ക് ഏതെങ്കിലും റൂട്ടുകൾ മാറ്റി വിട്ടുകൊണ്ടായാലും ഇത്തരം കാര്യങ്ങളിൽ RCCയിൽ പോകുന്നവരുടെ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഒരു പരിഗണനയുണ്ടാവും. അതിലൊരു ആശങ്കയും വേണ്ട. പുന്നലിലേക്ക് ധാരാളം വണ്ടികൾ ഓടിച്ചാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. പക്ഷേ മുമ്പിൽ വെള്ളിമൂങ്ങ ഓടുന്നു എന്നാണ് KSRTCക്കാർ പറയുന്നത്. എന്നാൽ വെള്ളിമൂങ്ങ പിടിക്കാം എന്ന് RTO ഓഫീസുകാർ വിചാരിച്ചാൽ അടിക്കുന്ന പൈസ അപ്പം തന്നെ അടച്ചു കൊടുത്ത് വണ്ടി ഇറക്കിക്കൊണ്ട് വീണ്ടും ഓടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് KSRTC വേണോ വെള്ളിമൂങ്ങ വേണോ എന്നൊക്കെ നാട്ടുകാർ തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി. അതിന് വേണ്ട നടപടിയെടുക്കാം. ഈ വെള്ളിമൂങ്ങയും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഓടിക്കുന്നത്, എൻ്റെ വോട്ടർമാരാണ്. അപ്പോൾ ആരെയും നമുക്ക് തടയാൻ പറ്റത്തില്ല. അപ്പം എങ്കിലും പുന്നലയിലെ ജനങ്ങൾ കൂടി തീരുമാനിച്ചിട്ട് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ അഭിപ്രായം പറയട്ടെ. അവർ ജില്ലാ മെമ്പറുണ്ട്, പിന്നെ അവരെ അഭിപ്രായം പറയട്ടെ. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. പറഞ്ഞാട്ടെ. അപ്പോൾ വെള്ളിമൂങ്ങ ഇല്ലേ? അതൊക്കെ നമുക്ക് നോക്കാം. ഈ വെള്ളിമൂങ്ങ ഒന്ന് ഒഴിവാക്കി തരാൻ ഞാൻ റെഡി ചെയ്ത് നോക്കാം. ഞങ്ങൾ കടയിൽ പോകുന്ന പിള്ളേരും പിന്നെ ജോലിക്കാരും ഒക്കെ വരുന്നത് ഒരു 8 മണിക്ക് 7 മണി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല. അപ്പം അത് നമുക്ക് പരിശോധിക്കാം. അല്ല, ആ സമയത്ത് ഈ സാധനം മുമ്പിൽ ഓടി വെക്കത്തില്ല. നിങ്ങൾ വട്ടാനം ടൗണിൽ ഇറങ്ങിയിരിക്കുമ്പം അതറിയണം, അതുകൂടെ അറിയണം. വിടാം. പക്ഷെ അതിന് മുമ്പ് മറ്റേ സാധനം ഇങ്ങനെ പോരുന്നത്. അതിൻ്റെ മുമ്പേ ലാസ്റ്റ് ട്രിപ്പ് അവരെ ആളെ എടുത്തുണ്ടെങ്കിൽ വന്നാൽ നിങ്ങളും അതിൽ തന്നെ കയറി പോരും. അല്ലെങ്കിൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം അതിനകത്ത് കയറത്തില്ലെങ്കിൽ നമുക്ക് ഓക്കെ. അപ്പോൾ പിന്നെ അവർ വരത്തില്ല. പറഞ്ഞു മനസ്സിലായി. ഓക്കെ. വണ്ടിക്കൂലി മറ്റേതിനകത്ത് കയറുമ്പോൾ കൊടുക്കുന്ന പൈസയെ പറ്റി ഇതാണ്. KSRTC തുച്ഛമായ പൈസയ്ക്ക് കൊണ്ടുവരുമ്പം ഒരു വിലയില്ല നമുക്ക്. അതിൻ്റെ മുമ്പിൽ നോക്കാം. ധാരാളം വണ്ടികൾ പത്തനാപുരത്ത് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടികൾ പുന്നലയിലാണ് വന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കുറേശ്ശെ അങ്ങ് നിന്നു. KSRTCക്കാർ ഇപ്പോൾ പുന്നലേക്ക് പോകാൻ പറയുമ്പോൾ പേടിയാണ്. കാരണം അവർ പറയുന്നത് സാറേ ഞങ്ങൾ മുമ്പിൽ കൂടെ അങ്ങ് പോകും, ആളുകൾ അതിലേ കയറത്തുള്ളൂ, ഇതിനകത്ത് കയറത്തില്ലെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ അവരോട് എന്തോ പറയാനാണ്?